നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. വ്യാഴാഴ്ചയായിരുന്നു, അന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തിരക്കെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം പോയി അപ്പം മുറിക്കണം, അമ്മയുടെ അപ്പൻ്റെയും കൂടെ. അത് എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അപ്പോൾ വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ പോകേണ്ടത് കാരണം നിങ്ങൾക്ക് എന്ന് ഞാൻ പിന്നെ രമേശിനെ കൂട്ടിയാണ് ഈ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ആരും ഇല്ലാതെ ദുർഗ പങ്കെടുത്തത്. അപ്പം നിവൃത്തിയില്ലാതെ എനിക്കന്ന് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇൻ്റർവ്യൂ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 100 വിട്ടിട്ടാണ് 7 മണിക്ക് മുമ്പ് എരുമേലി ചെല്ലുന്നത്. അതുകൊണ്ട് അന്ന് വ്യാഴാഴ്ച മുടങ്ങി. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നടന്നില്ല. ശനിയാഴ്ച ഇന്ന് വീണ്ടും ഗ്യാപ്പ് വിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു 2 ദിവസം ശരിക്കും പറഞ്ഞാൽ മുടങ്ങിപ്പോയി എന്ന് പറയേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു രീതി വെള്ളിയാഴ്ച വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ പോകണം. അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, ആ നാട്ടിൽ പലയിടത്തും പോകേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ പഴയ MD ഉണ്ടല്ലോ ബിജു, നമ്മുടെ കാനഡയ്ക്ക്. അപ്പൊ ബിജുവിന്റെ വീട്ടിലെ അമ്മയാണുള്ളത്, സഹോദരങ്ങളുണ്ട്. അപ്പൊ ബിജുവിന്റെ വീട്ടിൽ ഞാൻ പോയി എന്നും അപ്പം മുറിക്കാറുണ്ട്. അപ്പൊ ഇത്തവണ ഞാൻ ആദ്യം അവിടെ ചെല്ലും. ഒരു 7 മണിക്ക് ചെന്നിട്ട് മുറിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ഇത്തവണ ചെന്നപ്പോൾ 7 കാരണം ഞാൻ പിന്നെ പോയില്ല. അവർ 9 മണി വരെ ഞാൻ വരും പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ പള്ളി പോവും, തിരിച്ചു വന്നിട്ട് മല കയറാൻ പോകും. വാഗമണിലാണ് മല കയറുന്നത്. സ്ഥിരം ഞാൻ വാഗമൺ എല്ലാ വർഷവും. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇന്നലെ നമ്മൾ പൂജപ്പുര സ്റ്റുഡിയോയിലാണ് നമ്മൾ ഈ ഇലക്ഷൻ. ഇന്നലെ രാത്രി ദിവസം ആലോചിച്ച് നോക്കി. ഇപ്പം ഇതാണൊരു ഇലക്ഷൻ. ഇപ്പം ഇന്ന് നാളത്തെ സർവേ ഇന്ന് ചെയ്യണം. അതിൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ഇലക്ഷൻ സമയത്തെ തിരക്കെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമായി പോയി. കാരണം നമ്മുടെ സർവേക്ക് നമ്മൾ ശരിക്കും പെട്ടുപോയി. വെള്ളം കുടിച്ചു പോയല്ലേ. വെള്ളം കുടിച്ചിരിക്കും. ഇത്രയും വലിയ വെയിലും. പക്ഷേ നമുക്ക് സന്തോഷമുള്ള കാര്യം വെച്ചാൽ അത് വെയിൽ ഇതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ഇത്രയും ആളുകളായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് എത്ര 140 മണ്ഡലത്തിലാണ്. അപ്പോൾ ഞാൻ പോയ 2 ജില്ല, തിരുവനന്തപുരം, കൊല്ലം ജില്ല, 25 മണ്ഡലം. അതിൽ 3 ഇവിടെ മല നോക്കി, ബാക്കി 22 ഞങ്ങൾ നോക്കി. പക്ഷെ ആളുകളെ ഇന്ന് നമ്മളോട്ട് ഇങ്ങോട്ടുള്ള സ്നേഹം അപാരമാണ്. എതിർപ്പുള്ളൊരു കുറവാണല്ലേ? വളരെ കുറവാണ്. എതിർപ്പുള്ളവർ പോലും ശരി ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് യോജിപ്പില്ലെന്നേ പറഞ്ഞുള്ളൂ. അതല്ല മോശമായ ഭാഷയിലൊന്നും ആരും സംസാരിച്ചില്ല. പക്ഷേ എല്ലായിടത്തും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വലിയതല്ലേ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ കപ്പലണ്ടി വെച്ചെടുത്തത്, ചെറിയൊരു പാക്കറ്റ് കപ്പെടുത്ത് നിങ്ങൾ ഇരുന്നോട്ട് പ്രോഗ്രാം കാണുന്ന ആളാണ് കപ്പലണ്ടി തന്നിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് വന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ഷണിച്ചവരൊക്കെ ഉണ്ട്. വളരെ സ്നേഹത്തോടെ പെരുമാറിയില്ല. മലപ്പുറത്ത് പോലും നമുക്ക് വളരെ സ്വീകാര്യതയാണെന്നാണ് അമല് പറഞ്ഞത്. ആയിരിക്കും. മലപ്പുറം ജില്ലയിൽ പോലും നമ്മൾ ചില ആളുകൾ, ചില അതിതീവ്ര, അപ്പം ചുങ്കപ്പാറ, പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറ ചെന്നപ്പോൾ ഒരാൾ വലിയ വഴക്കല്ല, വലിയ അപ്പം വിശാഖം പറഞ്ഞതിന്റെ കാര്യം ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്ന പുള്ളിക്ക് ആള് മുക്കി. അതാണ് സിറ്റുവേഷൻ. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ വിഷയം യുദ്ധത്തിന്റെ അവസ്ഥയാണ്. യുദ്ധത്തിന് ശരിക്കും പറഞ്ഞാലേ ഞാൻ രാവിലെ ഞെട്ടിപ്പോയി വാർത്ത കണ്ടപ്പോഴും. അത് രാവിലെ കാരണം ഈ അമേരിക്കയുടെ 2 വിമാനങ്ങൾ ഇറാൻ അടിച്ചിട്ടു എന്ന് പറഞ്ഞത് ഇപ്പൊ വേറെ ഒന്നും അടിച്ചത് ഇപ്പൊ പറയുന്നു. അതൊരു ഭയങ്കര സംഭവം. ഒന്ന് F-15 ആണ്. $100 മില്യൺ വരുന്നത്. എത്രായിരം കോടി വില വരുന്ന വിമാനമാണ് ഒന്ന്. അതിനടിച്ചിട്ടു 2 പൈലറ്റുമാരിൽ ഒരാളിനെ കിട്ടിയ ഒരാൾ എവിടെ എന്നറിയില്ല. രാജ്മോഹൻ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞൊരു കാര്യം, നമ്മൾ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു വിശ്വാസവും നിലപാടും ഇറാനെ പോലെ ഒരു രാജ്യത്തെ അമേരിക്കയ്ക്ക് ഇസ്രായേലിക്ക് തകർക്കാൻ പറ്റും അല്ല. ഇത് തന്നെയാണ് ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു 3 വർഷം ആകുന്നു. ഇത് നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവമാണ്. അതായത് യുദ്ധം ഒരുപാട് കാലം മാറി. എല്ലാ രാജ്യങ്ങൾക്കും സാങ്കേതികമായ മികവുണ്ടായിട്ടുണ്ട്. ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അല്ല, ഇറാൻ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. എനിക്ക് തോന്നുന്ന ഒരു 18,000-ഓളം ഇടങ്ങളിൽ അവർ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഇറാൻ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ ഭരണാധികാരികൾ പലരും കൊല്ലം. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പവറിനെ അത് ബാധിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കഷ്ടം എന്താ വെച്ചാൽ, ട്രംപ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ജയിച്ചു, അവരുടെ വ്യോമസേന ഇല്ലാതായി, നാവികസേന തകർന്നു എന്നൊക്കെ. പക്ഷേ എന്നിട്ടാണ് ഈ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തുന്നത്. അതിലൊരു പൈലറ്റിനെ അവർ തടവിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ജനങ്ങളുടെ ജീവനോടെ അല്ലാതെ പിടിക്കണമെന്നാണ് ഇറാനും പറഞ്ഞു. മാത്രമല്ല ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാളെ $50,000 ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മാത്രമല്ല ഒരു സംശയം ഇപ്പോഴും ഉള്ളത്, ഇയാളെ ജീവനോടെ കിട്ടിയാൽ ഇയാളെ ബന്ദിയാക്കിക്കൊണ്ട് ഇറാൻ നടത്തുമോ? ഇസ്രായേലിനൊക്കെ പണ്ട് ഹമാസൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏതാണ്ട് 2000-ഓളം ഹമാസ് ഭീകരവാദികൾ വിട്ടുകൊടുക്കാൻ കാരണം ഒരാളെ തടവിലാക്കിയതാണ്. അപ്പം അത്ര ഒരു സാഹചര്യം ഉണ്ട്. ഒരാളുടെ ജീവന്, ഒരു മൃതദേഹത്തിന് പോലും വില കൊടുക്കും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ. അവർക്കത് അത്ര എളുപ്പത്തിൽ അവൻ പോട്ടെ എന്ന് വെക്കാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ജീവനുള്ള ഒരാളെ
ഇറാൻ്റെ കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പരിപ്പളവ്. ശരി, ഞാൻ ഉച്ചയ്ക്ക് ആലോചിക്കരുത് ഈ മനുഷ്യൻ പൈലറ്റ് എവിടെ ആയിരിക്കും വന്നത്, അയാൾ എവിടെയായിരിക്കും അയാൾ വിമാനത്തിൽ താഴെ വീഴുന്നത്, അയാൾ വിമാനം തകർന്ന പരിസരത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ ആളുകൾ ലോക്കൽ ചിലപ്പോൾ ആളെ കൊണ്ടുപോയി ഈ കിട്ടുന്ന ആൾ ഇറാനോട് എതിർപ്പുള്ള ആളാണെങ്കിൽ അതിന് വീട്ടിൽ കൊണ്ട് താമസിച്ചാൽ മതിയല്ലോ. ഈ ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള ആളാണെങ്കിൽ ഒരു വീട്ടിൽ കൊണ്ട് താമസിച്ചാൽ മതി. അതല്ല അതേസമയം ഇറാൻ ഭരണകൂടത്തെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർ അയാളെ മാത്രമല്ല ഇന്ന് ഡെയിലി മെയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇറാനിൽ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആളുണ്ട് കൂട്ടത്തോടെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ പ്രക്ഷോഭം. അല്ല, ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളെ ഒന്നും ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യുദ്ധം തുടങ്ങിയ സമയങ്ങളിൽ, റഷ്യയുമായിട്ടുള്ള യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ വായിച്ചിരുന്ന വാർത്തകൾ മുഴുവൻ റഷ്യ പൂർണ്ണമായും തകർന്നടിയുന്ന കഥകളാണ്. അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു, യുക്രൈൻ്റെ മുന്നേറ്റം. പക്ഷേ ഇതൊന്നും വാസ്തവമല്ലെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു. യുക്രൈൻ്റെ ഭൂപ്രദേശങ്ങൾ പോലും കൊടുത്തു. അതുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളെ പോലെയല്ല. അവർക്ക് രാജ്യസ്നേഹമുണ്ട്. അവരവരുടെ രാജ്യത്തോടും അവരുടെ ആ ഒരു എയിമിനോടും ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ. അതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന്. പക്ഷേ ഈ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രംപ് പ്രകോപിതനാവുന്നില്ല. അതായത് സാധാരണഗതിക്ക് ട്രംപ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പോൾ ഇവരുടെ 2 യുദ്ധവിമാനം തകർത്താൽ ട്രംപ് പറയേണ്ടത് എടാ നിന്നെ ഞാൻ കത്തിക്കൂടാ, ഞങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ട. ട്രംപ് പറഞ്ഞ് എന്താണെന്നറിയോ? അപ്പോൾ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, റോയിട്ടേഴ്സിൻ്റെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ട്രംപിനോട് ചോദിക്കുകയാണ്, ട്രംപ് നിങ്ങൾ ഇനിയിപ്പം സമാധാന ചർച്ചയൊന്നും നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, യുദ്ധമാണ്, യുദ്ധത്തിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സമാധാന ചർച്ച നടക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്മോഹൻ, സമാധാന ചർച്ച ഉണ്ട് എന്ന് ട്രംപ് പറയുന്നല്ലാതെ ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചില്ല. ഇല്ല, മാത്രമല്ല ഹോർമസ് കടലിലൂടെ ഒരു ഫ്രഞ്ച് കപ്പൽ അവർ കടത്തി വിട്ടു. കാരണം എന്താണ്? ട്രംപിനെ ചീത്ത വിളിച്ചു മറ്റേ മാക്രോൺ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഈ ട്രംപ് ഡെസ്പറേറ്റ്ലി ഒരു ചർച്ച ആഗ്രഹിക്കുന്നുണ്ട്, വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഇറാൻ വഴങ്ങുന്നില്ല. അതായത് എന്ത് ഡിമാൻഡ് വെച്ചാലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് ട്രംപ് മാറി. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് എന്തോ ഞാനാണ് ദൈവപുത്രനാണ് അങ്ങനെ എന്തോ പറഞ്ഞു. മാത്രമല്ല എന്നെ അവിടെ ഇറാന്റെ അല്ല, ഇപ്പൊ ഇന്നലെയും കണ്ട് പറഞ്ഞു. ഞാനതിങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടതുള്ളൂ, പക്ഷെ ഞാൻ കണ്ടില്ല. ഞാനാണ് ദൈവപുത്രൻ എന്ന് ട്രംപ് പറഞ്ഞത് ഇങ്ങനെ കേട്ടു ഞാൻ, പക്ഷെ അത് കണ്ടില്ല. എന്നോട് ആരാണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഇന്നലെ ഇതായിരുന്നല്ലോ. അപ്പം ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എങ്ങനെയെങ്കിലും തലയുരണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം യുദ്ധത്തിന് ഒരു അറുതിയും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ അമേരിക്കയും ദുബായിൽ ബിസിനസ് ചെയ്യുന്നൊരു മലയാളിയായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് നിരവധി സ്ഥാപനങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു എല്ലാം നഷ്ടത്തിലാണ് ഇപ്പോൾ, കാരണം ജനമില്ല. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ കാര്യം പോട്ട് ഷാജൻ, എനിക്ക് ഇന്ത്യയിൽ ലാഭത്തിൽ പോകുന്ന സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ 1000-ഉം 2000-ഉം കോടി മുടക്കിയ മലയാളികൾ പോലും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ സംരംഭങ്ങളും നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അത് നമ്മൾ മലയാളികളുടെ കാര്യം മാത്രമാണ്. അപ്പോൾ എത്രയോ ലക്ഷം മലയാളികളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ ആളുകളെ പിരിച്ചുവിട്ട് തുടങ്ങി അവിടെ. കാരണം ഈ ഒരു മാസമായിട്ട് സ്ഥാപനം എങ്ങനെ ശമ്പളം കൊടുക്കും? വിമാന കമ്പനികളുടെ കാര്യം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഏത് സ്ഥാപനത്തിലാണ് പണി നടക്കുന്നത്? റൊട്ടീൻ ലൈഫ് ഇങ്ങനെ പോകുന്നില്ല, സ്കൂൾ പോലും തുറക്കുന്നില്ല. അപ്പം ഈ ഒരു രാജ്യമല്ല, ഈ രാജ്യങ്ങൾ മുഴുവൻ ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ യുദ്ധം എത്ര കാലം? അപ്പം ഞാനിന്ന് സംസാരിച്ച ആ സംരംഭകൻ എന്നോട് പറഞ്ഞു, ബിസിനസ്സുകാരൻ എന്നോട് പറഞ്ഞത്, ഒരു മാസം കൂടെ എങ്ങനെ പിടിച്ചു നിൽക്കാം, ഒരു പ്രതീക്ഷ. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മാസം കൂടെ തരും. ഈ ഒരു മാസമായിട്ടും തീരുന്നില്ലെങ്കിൽ, അതായത് ഒരു മാസം കഴിഞ്ഞു പോയി, ഇനി ഒരു മാസം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. ഒരു മാസം കൂടെ തീരുന്നില്ലെങ്കിൽ ഗൾഫ് എക്കണോമി പൂർണ്ണമായും തകരും. ഗൾഫ് എക്കണോമി തകർന്നാൽ കേരളത്തിൻ്റെ എക്കണോമി തകരും. കേരളത്തിന് സ്വന്തമായ എക്കണോമി ഇല്ലല്ലോ. കാരണം നമ്മുടെ ആദ്യമായി നമ്മൾ പച്ച പിടിച്ചതിനെ ഗൾഫിലെ പണം ഇങ്ങോട്ട് വന്നു തുടങ്ങി. ഇപ്പോഴും നമ്മുടെ വരുമാനം അതാണ്. നമുക്കിവിടെ സ്വന്തമായിട്ട് എന്താ എക്കണോമി ഉള്ളത്? നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് ഇവിടുത്തെ GST ആണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സർവീസ് ടാക്സ് ആണ്. അതിന് കാരണം എന്താ? നമുക്കിവിടെ അവിടുന്ന് വരുന്ന പണം കൊണ്ട് നമ്മൾ സാധനം വാങ്ങുന്നു. പർച്ചേസിംഗ് പവർ എന്തുകൊണ്ട്? നമ്മുടെ വരുമാനം എന്താ? അവിടുന്ന് വരുന്ന വരുമാനമാണ്. അവിടുന്ന് വരുന്ന വരുമാനം ഇല്ലേ നമ്മുടെ സാധനങ്ങൾ, എല്ലാവരുടെയും കെട്ടിടങ്ങളും ലോണുകളും വീടുകളും എല്ലാം മുടങ്ങും. അതായത് അടിമുടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി പോകും ഗൾഫിൽ എന്തെങ്കിലും സംഭവിച്ചാൽ. ഞാൻ പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തത്തിലെ സ്ഥിതിയാണ്. ഓരോ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ എല്ലാമാണ്. ഇപ്പം ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും? ഒരു പിടിയില്ല. കാരണം ഇറാന്റെ മുൻനിരയിലെ നേതാക്കളെ മുഴുവൻ കൊന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കൊന്നു. 18,000 അടുത്ത് ബോംബിട്ടു. അറിയില്ല. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ശുദ്ധജലം കുറവാണ്. കടൽ വെള്ളം ശുദ്ധീകരിച്ച്, അപ്പോൾ കുവൈറ്റിലെ ഈ കടൽ വെള്ളം വേർതിരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു പ്ലാനുണ്ട്. 90% കുവൈറ്റിലെ കുടിവെള്ളം ആശ്രയിച്ചിട്ട് അത് തകർത്തു. ആ കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾ ഇന്നലെ സംഭവിക്കുന്നതാണ്. ഇന്നലെ രാത്രിയും ബോംബിട്ടു.
മാത്രമല്ല ഈ അമേരിക്ക ഒരു വിമാനം വീണത് കുവൈറ്റിലാണ്. അപ്പൊ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു അറുതിയില്ലാത്ത എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഒരു തീരം ആരും ഇടപെടുന്നതുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ആരെങ്കിലും എങ്ങനെ ഇടപെടുമെന്ന് പറയൂ. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇടപെടൽ പരിഹാരം വേണം. പരിഹാരം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം. ആരാണ് യുദ്ധം തുടങ്ങിയത്? ഇസ്രായേൽ, അമേരിക്കയും. അവർ യുദ്ധം അവസാനിപ്പിച്ച് പോകണം. അവർ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ പോയാൽ സംഭവിക്കുന്നത് എന്താണ്? അവർ ശക്തരായി, ഇറാൻ ശക്തരായി, അടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അയൽ രാജ്യങ്ങളിൽ അതായത് ഈ GCC രാജ്യങ്ങളെല്ലാം ഭയന്ന് ജീവിക്കേണ്ടി വരും. അതെ അതെ. കാരണം ഇവർക്ക് ഇപ്പൊ തന്നെ അവര് ലിമിറ്റഡ് ആയിട്ട് അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. ഇവര് ശക്തമായി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചെന്ത് ചെയ്യും? ഇവരിൽ എന്തൊക്കെ ആയതുകൊണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ രാജ്യങ്ങൾക്ക് ഒന്നെങ്കിൽ ഇറാന്റെ അധിനിവേശത്തിന് കീഴിൽ വരേണ്ടി വരും. അതിന്റെ അപകടം എന്താണ്? ഷിയ മുസ്ലിംസ് ആണ്, ഇവർ സുന്നികളാണ്. അപ്പം ഇവർ മക്ക പോലും പിടിച്ചെടുത്തെന്ന് വരാം. അതുകൊണ്ട് അതൊരിക്കലും ഇവർക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ അമേരിക്ക ഇട്ടിട്ട് പോയാൽ പിന്നെ ആര് ഇവരെ സംരക്ഷിക്കും? ഇവർക്ക് ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടേണ്ടി വരും. ചൈനയും റഷ്യയുമാണ് ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നത്. അവരത് നിർത്തിയിട്ട് അവര് ഈ രാജ്യങ്ങളെ അതോടെ അമേരിക്ക ഔട്ടാവും. അത്തരം വല്ലാത്തൊരു സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ അറബ് രാജ്യത്തിന്റെ എക്കണോമിയിലുണ്ടായിരിക്കുന്ന അതിഭയാനക ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്തൊരു കാര്യം. അന്ന് പണ്ട് അധിനിവേശം കുവൈറ്റിനെ മാത്രമേ അത് ബാധിച്ചിരുന്നു. ഇത് എല്ലാവരെയും സകല രാജ്യത്തെ ബാധിച്ചു. ഇന്ത്യ അടക്കം നമ്മളൊക്കെ ഇപ്പൊ തൽക്കാലം പിടിച്ചു നിൽക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ ദയനീയമാവും. ഗൾഫ് രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങളില്ല. ഇപ്പൊ ട്രംപ് പറയുന്നൊരു കാര്യം സത്യമാണ്. ട്രംപിന് ഇതിന് ആവശ്യമില്ല ഇനി. കാരണം ട്രംപിന് എണ്ണ ആവശ്യത്തിനുണ്ട്. ട്രംപ് പറഞ്ഞു ഞാൻ വേണം നിങ്ങൾക്ക് എണ്ണ തരാമെന്ന് പറയുന്നത്. അതും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുന്നു. തൽക്കാലം പരിഹാരമൊന്നുമില്ല. 1 മാസത്തിനകം തീരുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ്. ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു പിടിയും കിട്ടുന്നതില്ല. 1 മാസത്തിനകം തീരുമെന്നൊരു പ്രതീക്ഷ മാത്രമാണ്. തീരാനുള്ള സാധ്യത കുറവാണ്. ഇതിങ്ങനെ നീണ്ടുപോകും, അനിശ്ചിതത്വം തുടരും എന്നുള്ളതാണ് ഒരവസ്ഥ. നമുക്ക് രണ്ടാമത്തേതും ഏറ്റവും സുപ്രധാനമായ വിഷയത്തിലേക്ക് കിടക്കാം. രഞ്ജിത്തിനെ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞു. കോടതി ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കും. അതായത് ചൊവ്വാഴ്ച രാത്രിയിലാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച ജയിലിൽ അടയ്ക്കുന്നു. വ്യാഴം വെള്ളിയും കോടതി അവധിയായിരുന്നു. ഭയങ്കര നാടകീയമായിട്ടാണ് കൊണ്ട് ജയിലിൽ ഇത് അടയ്ക്കുന്നത്, അറിയാമല്ലോ. അതെ അതെ അതെ. നാടകീയമായിട്ടാണ്. അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൊടുപുഴ മുട്ടത്ത് വെച്ച വണ്ടി. എന്ന് മാത്രമല്ല പോലീസ് അത് വളരെ കൃത്യമായി കൊണ്ടുപോയി ഈ വക്കീൽ കോടതി വരുന്നതിന് മുമ്പ് തന്നെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുക ചെയ്ത്. അപ്പം ഈ ഒരാഴ്ച ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴ്ച എന്നാണ് ഞങ്ങൾ പറയുന്നത്. വലിയ ആഴ്ച. അതായത് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ച അത്. ഞാനൊക്കെ അടക്കം എല്ലാവരും ഒരു നേരമെങ്കിലും ഫുഡ് ഉപേക്ഷിക്കും. ഞാൻ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും കഴിച്ചില്ല, ഇന്ന് വൈകിട്ടേ കഴിക്കത്തുള്ളൂ. അതെന്നാ വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് തിരക്കായിരുന്നുകൊണ്ട് കഴിക്കേണ്ടി വന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു നേരം കഴിക്കണം, വൈകുന്നേരം കഴിച്ചാൽ മതി എന്ന് വെച്ചു. അപ്പോൾ ഈ ഒരാഴ്ച ഞങ്ങൾ ക്രൈസ്തവര് യേശുക്രിസ്തുവിൻ്റെ ആ പീഡാനുഭവം അനുസ്മരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ വലിയ ആഴ്ച ഞങ്ങൾ പറയും. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയാണ് ഈ വലിയ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് ഞങ്ങൾക്ക് ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പെസഹാഴ്ചത്തെ ആരാധനയും. പെസഹാഴ്ച എന്ന് പറയുന്നത് യേശുക്രിസ്തു അന്ത്യത്താഴം, അത് അന്ത്യത്താഴം. യേശുക്രിസ്തു അന്ന് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് അവസാനത്തെ അത്താഴം ഉണ്ണുകയാണ്. അവസാനത്തെ അത്താഴം ഉണ്ണിട്ട് എല്ലാവർക്കും അന്നാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അത് അപ്പം എടുത്ത് മുറിച്ച് 12 ശിഷ്യന്മാർക്കും കൊടുത്ത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുന്നതാണ് പള്ളിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കുർബാനയായിട്ട് കിട്ടുന്നത്. മാത്രമല്ല അന്നാണ് എളിമ കാണിക്കാൻ വേണ്ടി ശിഷ്യന്മാരുടെ പാദം കഴിയുന്നത്. അപ്പം അതെല്ലാം ഓർമ്മിക്കുന്നത് പെസഹാഴ്ചയാണ്. ഇത് കഴിഞ്ഞ് ദുഃഖവെള്ളി ആഴ്ച ഈ കുരിശ് ഏറുന്ന സംഭവമാണ്. ദുഃഖ ശനിയാഴ്ച ശൂന്യതയാണ്. അത് ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് വെള്ളിയാഴ്ച അടക്കി, മരിച്ചടക്കി. ഞായറാഴ്ചയാണ് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ ഈ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ മൃതദേഹം മണ്ണിലാണ്. അപ്പം ആ കല്ലറയിലാണ്. അപ്പോൾ ആ ദിവസമാണ് മരിച്ചവരുടെ ഓർമ്മയായിട്ട് ഞങ്ങൾ ആചരിക്കുന്നത്. വീടുകൾ വഞ്ചരിക്കാൻ വേണ്ടി ആനാവെള്ളം തന്നുവിടുന്നൊക്കെ ഈ ശനിയാഴ്ച. അപ്പോൾ ഈ ഒരു വീക്ക് ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഈ വീക്കിൽ ഇയാൾ പൂർണ്ണമായും ജയിലിലാണ് എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു അല്ല, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മലയാള സിനിമ, ഇന്ത്യൻ സിനിമയിൽ എല്ലായിടത്തും ഇത്ര പ്രശ്നമുള്ളത് തന്നെയാണ്. പക്ഷേ ഇയാളുടെ പേരിൽ നേരത്തെ 2 കേസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് രസം. ഈ കേവലം 2 കേസോ 3 കേസോ, ഞാൻ പറഞ്ഞു ഇയാളുടെ പേരിൽ വന്നിരിക്കുന്ന 3 കേസ് മാത്രം എടുത്താൽ ഒരു പക്ഷേ വലിയ ഗ്രാവിറ്റി കാണത്തില്ല. ഇപ്പം വന്നിരിക്കുന്ന ഈ കേസ് ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് റേപ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അറ്റംപ്റ്റേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം 7 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണെന്നാണ് ഈ സീനിയർ അഭിഭാഷകൻ S. രാജീവ് മജിസ്ട്രേറ്റ് കോടതി വാദിച്ചത്.
അതൊക്കെ ശരിയാവും. നിയമപരമായിട്ട് നോക്കിയാൽ ഇയാൾ മാത്രമല്ല ഈ മറ്റ് 2 കേസുകളും ഒരുപാട് കാലത്തിന് ശേഷം ഈ 3 കേസുകളിലെ നമ്മൾ മെറിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ഒരു ഒരു വലിയ മെറിറ്റ് ഉണ്ടായെന്ന് വരത്തില്ല. പല റേപ്പ് കേസുകളും സംഭവിക്കുന്ന അത്രയും മെറിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഇയാളുടെ ക്യാരക്ടർ സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീകളെ മോശക്കാരെ പെരുമാറുകയും സ്ത്രീകളെ ചരക്കായി കാണുകയും അവരോട് തരാമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട രീതിയുണ്ട്. മാത്രമല്ല ഇയാളുടെ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നത് സ്ത്രീവിരുദ്ധ ഭാഷ. അപ്പോൾ സ്ത്രീ മാത്രമല്ല, ഞാൻ പറഞ്ഞ കേവലം സ്ത്രീക്ക് അപ്പുറത്തേക്ക് ഇയാൾ സ്വയം വഴി വെട്ടി വന്ന ഒരാളാണ്, അറിയാമോ? സ്കൂൾ ഡ്രാമയിലെ പഠിച്ചിട്ട് വന്ന ആളാണ്. പക്ഷെ ഇയാളുടെ ക്യാരക്ടർ എക്കാലത്തും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു, എക്കാലത്തും. എന്ന് വെച്ചാൽ അഹങ്കാരവും ധാർഷ്ട്യവും. അതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സകല ഇയാൾ അകറ്റി നിർത്തിയിരുന്ന. പക്ഷെ അതിനുശേഷമാണ് ഇയാൾ ഈ 6-ാം തമ്പുരാനിലൂടെ തിരിച്ചു വരുന്നതും. ഈ 6-ാം തമ്പുരാനുണ്ട്. പിന്നെ കുറെ സിനിമകൾ ഇറങ്ങിയല്ലോ. ദേവാസുരത്തിന്റെ 2ാം ഭാഗം ഇറങ്ങി, സംവിധാനം ചെയ്തു. ഈ എല്ലാ സിനിമകളിലൂടെയും ഇയാൾ തിരിച്ചു വന്ന് ഈ മോഹൻലാലിനാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിലും ഇയാൾ കൊടുത്തൊരു പ്ലേസ്മെന്റ് ഉണ്ട്, പ്രത്യേകിച്ച് മോഹൻലാൽ. ഈ പ്ലേസ്മെന്റ് കൊടുത്തുകൊണ്ട് ഇയാളെ താങ്ങി നിൽക്കേണ്ട അവസ്ഥ എല്ലാവർക്കും. പ്രാഞ്ചിയേട്ടൻ ആ സിനിമയ്ക്കുണ്ടല്ലോ, അതൊക്കെ ഇയാളാണല്ലോ. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഇയാളൊരു പ്രതിഭാധനനായിരുന്നു. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ താങ്ങി നിന്നാൽ മാത്രമേ ഏത് വലിയ മെഗാസ്റ്റാറിന് പോലും ഇയാൾ ആവശ്യമാണ്. കാരണം ഏറ്റവും നല്ല കഥ, ഒരു സിനിമയുടെ സിനിമയുടെ വിജയം എന്താ? തിരക്കഥ. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിനിമയുടെ അല്ലേ, അതല്ലേ പറഞ്ഞു. അത് കഴിഞ്ഞാണ് തിരക്കഥ കഴിഞ്ഞാണ് സംവിധാനം വരുന്നത്. ആ തിരക്കഥ നല്ലതാണെങ്കിൽ സിനിമ നല്ലതാവും. ജനത്തെ ആ നല്ലൊരു തിരക്കഥയെ എങ്ങനെ നന്നായി അവതരിപ്പിക്കുന്നുള്ള സംവിധാനം. അപ്പോൾ ഇയാൾ തിരക്കഥയോട് കിടപിടിക്കുന്ന തിരക്കഥ ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ലോഹിദാസ് ഇല്ല, MD ഇല്ല, പത്മരാജനില്ല, ജോൺ പോൾ സാർ ഇല്ല, അങ്ങനെ ഒരുപാട് പേര് ഇപ്പം ഇല്ല ഒരിടത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് നിരയിൽ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ് രഞ്ജിത്ത്. അപ്പോൾ ഇയാളുടെ ആ കാലങ്ങൾ ഇപ്പം അയാളുടെ 7 വർഷമായിട്ട് സിനിമ ഇറക്കിയിട്ടില്ല. എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട പഴയ തലമുറക്കാരുടെ എല്ലാം പ്രതിഭ പറ്റിപ്പോയി തോന്നുന്നു. അപ്പോൾ ഇയാളുടെ ഈ തലയെടുപ്പും ധാർഷ്ട്യവും ഇയാളുടെ ഉടനീളം ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് 2 പേരോട് സംസാരിച്ചു. ആലപ്പുഴ അഷ്റഫ് നമ്പർ തന്ന ആലപ്പുഴ അഷ്റഫിനോട് സംസാരിച്ചു. നമ്മുടെ രാമസിംഹനുണ്ടല്ലോ, അലി അക്ബർ, ഈ അലി അക്ബറിനോട് സംസാരിച്ചു. അപ്പോൾ ഈ 2 പേരോട് ഞാൻ സംസാരിച്ചപ്പം ഞാൻ മറ്റൊരു നടനോട് ഞാൻ സംസാരിച്ചു. ഈ നടൻ പറഞ്ഞതാണ് ഏറ്റവും എന്നെ ഞെട്ടിച്ചത്. ഈ നടൻ പക്ഷെ പറഞ്ഞു, നടന് വ്യക്തിപരമായ അനുഭവമില്ല, നടനോട് ഇതിൽ അനുഭവമുള്ള ഒരാൾ പറഞ്ഞാൽ തോന്നും. അതായത് ഇയാളുടെ വീട്ടിൽ, നമുക്കിത് കൺഫൈൻ ചെയ്യാത്തൊരു വാർത്തയാണ്, ഇയാളുടെ വീട്ടിൽ പണ്ട് മുതലേ അപ്പൻ്റെ കാലം മുതൽ നിന്നിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഈ ഫാമിലി ആയിരുന്നു ഈ വീട് നടത്തിയിരുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ജോലി ആഴ്ച അങ്ങനെ ശമ്പളം പോലും വാങ്ങാതെ ആ വീട് നടത്തിയിരുന്നൊരു മനുഷ്യൻ. അവർക്ക് ആ കുടുംബത്തിന് വലിയ ആദരവായിരുന്നു. അച്ഛനൊക്കെ അയാളുടെ സുഹൃത്തുക്കളെ പോലായിരുന്നു. അപ്പനമ്മയും മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി കുടുംബത്തിന് ഉത്തരവാദിത്തം. കാരണം ഇയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ശമ്പളം പോലും വാങ്ങുന്നില്ല. അപ്പം ഇയാൾ ഈ കാലത്ത് ഇയാളുടെ ഈ ജീവിതത്തിലെ ചില വൃത്തികേടുകൾ ഇതിനെ പുള്ളി ചോദ്യം ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന ഈ ജോലിക്കാരൻ, ഇയാൾ ജോലിക്കാരനല്ല, കാര്യസ്ഥനാണ്. എന്നിട്ട് അയാളെ അടിച്ചിറക്കി വിട്ടെന്നാണ് പറഞ്ഞത്. ഇവർ 2 ആത്മഹത്യ ചെയ്യുന്നതാണ് ഒരാളെന്നോട് പറഞ്ഞത്. ഈ അയാളും ഭാര്യയും, അവർക്ക് വീടും സ്ഥലമൊന്നും ഇല്ല, അവർക്കൊന്നുമില്ല, അവർ ഈ വീട്ടിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത്. നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആരോട് ചോദിച്ച് വെരിഫൈ ചെയ്യും? ഇവരെ അറിയാവുന്ന ഒരാൾ പറഞ്ഞതാണ് പറഞ്ഞത്. ഇതേപോലെ ഇന്ന് ഞാൻ സംസാരിച്ചു ഇയാളുടെ ക്രൂരകൃത്യങ്ങൾ എന്നെ ഞെട്ടിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂരകൃത്യം ഏതാണെന്ന് വെച്ചാൽ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയ ആലപ്പി അഷ്റഫിനോട് ഞാൻ ചോദിച്ചു. എനിക്കത് 6-ാം തമ്പുരാൻ്റെ സെറ്റില് ഇയാൾ രാജാവിനെ പോലാണ് ഇരിക്കുന്നത്, ഈ ചക്രവർത്തിയെ പോലെ. അപ്പം അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്. ആർക്ക്? ഒടുവിലിന് ഒരുപാട് ആരോഗ്യ പ്രശ്നമായിരുന്നു അവസാന ദിവസങ്ങളിലേക്ക്. അദ്ദേഹം കാണുമ്പോൾ നമുക്കറിയാം അനാരോഗ്യമാണ് കാണുമ്പോൾ. പക്ഷെ സർവാദരണീയനായിരുന്നു അയാൾ, എല്ലാവർക്കും ഇഷ്ടം, എല്ലാവർക്കും. കാരണം അയാൾ വളരെ തമാശ പറയാറുണ്ട്. അപ്പം ഇയാളിങ്ങനെ സെറ്റിലിരുന്നുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് ഭള്ളു പറഞ്ഞു ഈ പറയുന്ന രഞ്ജിത്ത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളിയുടെ സ്വതസിദ്ധമായ രീതിയിൽ ഒരു തമാശ അടിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട്. ആരെ? രഞ്ജിത്തിനെ. അപ്പം ഇയാളുടെ സീനിയോറിറ്റിയും ഇയാളുടെ അനുഭവം ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ സമയത്ത് ഒരൊറ്റ അടി അടിച്ചെന്ന് ചെവുക്കല്ല അടിച്ചു. മാത്രമല്ല എന്നോട് അദ്ദേഹം പറയാണ്, അഷ്റഫ് പറയാണ്, ഞാൻ ഈ അടിച്ചു എന്നുള്ള പോസ്റ്റ് ഇടുന്നു. ഈ അടിച്ചു എന്നുള്ള പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ നിർമ്മാതാവ് മേനക സുരേഷ് അദ്ദേഹത്തെ വിളിച്ചു, അഷ്റഫിനെ, ഈ ആലപ്പി അഷ്റഫിനെ. അഷ്റഫെ, നിങ്ങൾ പറയുമ്പോൾ സത്യമേ പറയാവുള്ളൂ, നിങ്ങൾ നുണ പറയരുത്. അയാളുടെ കണ്ണ് നിറഞ്ഞതും വേദനിച്ചതൊന്നും അടി കൊണ്ടിട്ടല്ല. അടി കണ്ടതിന് ശേഷം അവൻ എഴുന്നേറ്റ് 2 ചവിട്ടൂടെ കൊടുത്ത് ചവിട്ട് കൊണ്ട് വീണു.
ഇത്രയും സുഖമില്ലാതെ ഈ സുഖമില്ലാത്ത മനുഷ്യനെ ചവിട്ടി വീഴ്ത്തി ഇയാൾ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഇതാണ് എന്ന് മാത്രമല്ല, ആലപ്പുഴ ഷെഫ് എന്നോട് പറഞ്ഞു, ഈ അടി എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വിനോദമായിരുന്നു. പുള്ളിയുടെ ഒരു ഗുഡ് ലിസ്റ്റ് പെടണമെന്നെങ്കിൽ അടി കൊള്ളണമായിരുന്നു. ഇവർ പല സംവിധായകന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇവർ സഹസംവിധായകന്മാരാകുമ്പോൾ ദൗർഭാഗ്യവന്മാരുണ്ടല്ലോ. മലയാളത്തിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു സംവിധായകൻ അയാൾ അസിസ്റ്റൻസിനെ പലരും ബാസ്റ്റർഡിനെ വിളിക്കുള്ളായിരുന്നു, അതേ ഭാഷ വിളിക്കുള്ളായിരുന്നു. നിസ്സാര ഈ സിനിമാ പ്രാന്തമൊത്ത് സഹസംവിധായകനാകാൻ പോണ ഒരുപാട് ആളുണ്ട്, നമ്മൾ പലരും നമ്മൾ കേട്ടുള്ളതാണ്. ഇവർ പലരും ഇത്തരത്തിലുള്ള പലരും പ്രിഫർ ചെയ്യാറുള്ളത് ഈ ബമ്പന്മാരെ സഹസംവിധാനമാണെന്നാണ്. ഒരു 12 പേര് കാണുമായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ചെന്ന് ഇവരുടെ അപമര്യാദയായി പെരുമാറ്റം ഒരുപാട് പേര് സിനിമ അവരുടെ ഓർമ്മകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. തുളസീദാസ് ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഏതൊരു വലിയ നടൻ സഹായിക്കാൻ വിളിച്ചുകൊണ്ട് ഒരു പട്ടിയെ നോക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്, മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് അവൻ്റെ തൊഴിലിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയോ ഒക്കെ പേര് വേർതിരിച്ച് കാണാൻ പറ്റില്ല. മനുഷ്യനെല്ലാം അവൻ പ്രത്യേക തരത്തിൽ അവൻ പ്രത്യേക അവസ്ഥയിൽ എത്തപ്പെടുന്നല്ലാതെ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടു. നമ്മുടെ പല ആളുകളും അവൻ ഹൈറാർക്കിയിൽ താഴെയുള്ള ആളുകളെ അപമാനിക്കും. ഇപ്പം ഞാനിപ്പം യാത്ര ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ചിങ്കൻ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ പയ്യനാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഞാൻ അവനെ കാണുന്നത് എങ്ങനെയാ, അവനെ ഒരു സാരഥിയായിട്ടല്ല കാണുന്നത്, എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഒരു പ്രൊട്ടക്ടറാണ് അവൻ. അപ്പം നമ്മുടെ കൂടപ്പുറപ്പാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം അവനെ മാറ്റിയിരുത്ത് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ അവനെ ഇപ്പം ഞാൻ ഈ ചില മുതലാളിമാരുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഡ്രൈവർക്ക് വരെ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ഞാനൊരു മുതലാളിയുടെ അടുത്ത് പോയപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പയ്യനോടുണ്ട്, അല്ല അവന് ഞാൻ അപ്പുറം ഞാൻ പറഞ്ഞു, അല്ല പയ്യനെ എൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ല, അത് എനിക്കൊരിക്കലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പണ്ട് പാലക്കാട് ജയന്തിൽ വെച്ചൊരിക്കൽ നമ്മളവിടെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ പോയി ഒരു കാർ അറേഞ്ച് ചെയ്തു, നമ്മുടെ സുഹൃത്ത് അറേഞ്ച് ചെയ്തു. അപ്പോൾ പകലിങ്ങനെ സഞ്ചരിക്കാം. ഉച്ചയായപ്പോൾ നല്ലൊരു ഹോട്ടൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പം ഞാൻ AC റോഡ് കയറാം, ഫാമിലി റോഡ് കയറാം, AC റോഡിൽ കയറാൻ പോകുമ്പം ഇയാളെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് ഇയാൾ വരില്ല. അവസാനം ഞാൻ പറഞ്ഞു അങ്ങനല്ല, ശരിയല്ല, എന്നാൽ ഞാൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവസാനം അയാൾ മടിച്ച് അവിടെ വന്നിരുന്നു. ഇയാളെങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ നിൽക്കാത്ത രീതിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച്. എനിക്ക് തോന്നുന്നു ഇയാൾ എന്തോന്ന്, ഞാനൊരു മനുഷ്യനില്ല. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് ഇയാളെ ഏർപ്പാടെ തന്ന ആളിനെ വിളിച്ചു, ഇയാൾ ഇങ്ങനെ പെരുമാറ്റി കളുന്നുണ്ട്. പുള്ളി പറഞ്ഞു അതിന് കാരണമുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നേരത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇതുപോലെ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് വന്നു. പക്ഷേ ഈ ഹോട്ടലിൽ കയറുന്നു, ഇയാൾ കൂടെ കയറുന്നു, ഇറങ്ങൊളിയിലെന്ന് പറഞ്ഞു. താത്വികമായി വിലയിരുത്തുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ സോഷ്യലിസം പറഞ്ഞ ആളാണ് ഇറക്കിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതേ തൊഴിൽപ്പെട്ട ഞാൻ ഇയാളടുത്ത് ഇമാതിരി പെരുമാറുമെന്ന് എഴുതിയാണ് അയാൾ. അപമാനമേ, മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപമാനം ഉണ്ടായി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ക്രൂരമല്ലേ അത്, ഒരിക്കലും ചെയ്യാൻ അല്ല. ഇത് വല്ലാത്ത ഒരു, ഞാൻ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. ഞാനൊരിക്കലും ഒരു കോഫി ഹൗസിൽ കയറിയിരിക്കുന്നു. കോഫി ഹൗസിൽ കയറിയിരിക്കുമ്പോൾ ഒരു MLA അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ മറ്റൊരു സീറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. ഞാനൊന്ന് ഇയാൾ കൊള്ളാമല്ലോ, ഒറ്റയ്ക്ക് തനിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോകാൻ നേരത്താണ് ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ഡ്രൈവർ മറ്റൊരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. ഇയാൾ എഴുന്നേറ്റ് കൂടി ചാടിയ സ്വന്തം അയാളുടെ കൂടെ വന്ന് ഇരുത്തിയില്ല എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ ചെയ്യുന്നത്. ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ഭീകരതയാണ്. ഞാൻ അധികാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ള ഈ രഞ്ജിത്തിന്റെ നിലപാട്. ചരിത്ര അക്കാദമി ചെയർമാനാകുമ്പോഴാണല്ലോ സംഭവിച്ചത്. ഇയാൾ ഓർമ്മയുണ്ട്, അയാൾ പ്രസംഗിക്കുമ്പോൾ കൂവിയല്ലോ ഇവിടെ തിരുവനന്തപുരത്ത്. കൂവൻ പറയുന്നത്, നിങ്ങൾക്കറിയാമോ, ഞാൻ 1977 ഞാൻ അടിയന്തരാവസ്ഥക്കാലത്ത് ഞാൻ SFIയിൽ വരെ കോളേജ് അവസാനം കണക്കൂട്ടി വെക്കുമ്പോൾ ഇയാൾക്കൊന്ന് 11 ദിവസം കണ്ടേ ഉള്ളൂ. തള്ളു നടത്തുന്നതിനൊരു കൈ കണക്കുമില്ലേ? അല്ല, അഹങ്കാരം തലേ കയറിയിട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അഹങ്കാരം കയറി. അങ്ങനെ അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ ഞാൻ വിളിച്ചത് രാമസിംഹനാണ്, അലി അക്ബർ എന്നോട് പറഞ്ഞത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയും ഇയാളും തമ്മിൽ അടുപ്പവും അകലവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരി മരിച്ചു പോകുന്നു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കുടുംബത്തിനെ സഹായിക്കാനാണ് നീലാംബരി എന്ന് പേര് സംഗീതമേള കോഴിക്കോട് നടത്തി. മമ്മൂട്ടി അവരെല്ലാം ഉണ്ട്. ഇതിന്റെ സംഘാടകൻ ഇയാളാണ്, ജനറൽ കൺവീനറും ഇതിന്റെ പൈസ കൈകാര്യം ചെയ്യുന്നൊക്കെ ഈ രഞ്ജിത്താണ്. ആ കമ്മിറ്റിയിൽ രാമസിംഹനുണ്ട്. എന്നിട്ട് നല്ല സക്സസ് ആയിരുന്നു. വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ടായി, വലിയ ആളുണ്ടായി, ഭയങ്കര ബഹളായി. ഏതാണ്ട് 1 കോടിയിലധികം രൂപ കിട്ടുന്നു. അപ്പം 50 ലക്ഷം രൂപ കൊടുത്താൽ മതിയെന്ന് തീരുമാനിക്കുന്നു ഇവർ. ആർക്ക്? ഗിരീഷ് കുടുംബത്തിൻ്റെ വീട്ടിൽ. കാരണം അല്ലാതെ ആളുകൾ പലരും നേരിട്ട് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 50 ലക്ഷം വെച്ചുകൊണ്ട് അപ്പോൾ അവരെ 5 ലക്ഷം രൂപ വീതം 3 പേർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. 2 പേർ കൊടുക്കുന്നു, പഴയ സിനിമാക്കാരും പാട്ടുകാരും ഒക്കെ ആയിട്ടില്ല. അതിൽ ശാന്താദേവിയോ കോഴിക്കോട് ശാന്താദേവി, കോഴിക്കോട് ശാന്താദേവിക്ക് സാമ്പത്തിക പ്രശ്നമുള്ള കാരണം 5 ലക്ഷം കൊടുക്കാൻ കൊടുക്കുന്നു. ഈ 5 ലക്ഷം രൂപ കൊടുത്തില്ല, കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ മരിക്കുന്നത് ഇവർക്ക് കാശ് കൊടുത്തില്ല. എന്ന് മാത്രമല്ല, ഈ 5 ലക്ഷവും പിന്നെ ബാക്കിയുള്ള 35 അടക്കം 40 ലക്ഷം രൂപ നമുക്ക് സൂക്ഷിക്കാം, എന്നിട്ട് ഇതുപോലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് വെച്ചതല്ലാതെ ഈ പൈസ എവിടെ ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഈ പൈസ രഞ്ജിത്ത് അടിച്ചു മാറ്റിയെന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. കാരണം ആ പൈസയെക്കുറിച്ച് ആർക്കും ഒരു കണക്കും അറിയത്തില്ലെന്ന്. അന്ന് വന്ന ഈ 40 ലക്ഷം രൂപ എവിടെയെന്ന് ആർക്കും അറിയത്തില്ല. ഇതൊക്കെ ആര് പോട്ടെ ഇത് പറയുമെന്ന് പറയുമ്പോൾ ഇത് പോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും സിനിമയിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഈ വമ്പനാവുമ്പോൾ വമ്പന് ആരും ചോദിക്കില്ലല്ലോ, എൻ്റെ അവസരം നഷ്ടമാകുമെന്ന്. എന്നോട് ഇത് ഇന്ന് അലി അക്ബർ അല്ലെങ്കിൽ രാമസിംഹം പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞേ. എന്ത് വൃത്തികേടായി കാണിക്കുന്ന ആലോചിച്ച് നോക്കി, എന്തൊരു സാമ്പത്തിക തിരിമറിയ നടത്തിയെന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ ഒരുപാട് ദുരനുഭവങ്ങൾ. വേറൊരു നിർമ്മാതാവിനെ തല്ലിയ കഥയും ആലപ്പി അഷ്റഫിനോട് പറഞ്ഞു. വേറൊരു നിർമ്മാതാവിന്, വലിയ സംവിധായകൻ്റെ അമ്മായിപ്പനാന്ന് പറഞ്ഞു. പേര് അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കും കേൾക്കാൻ പറ്റില്ല. അത് നിങ്ങളാണ് മനസ്സിലാക്കിയത്, കാരണം അയാൾ കുറേ ഉദാഹരണമൊക്കെ പറഞ്ഞു, എനിക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളാണ് പിടികിട്ടിയത്. അയാളെ തല്ലിയിട്ടുണ്ടെന്ന് പറയും. നിസ്സാരം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അടിക്കും, തെറി പറയും, സ്ത്രീകളെ കണ്ട വാടി ഇന്ന് നീ എൻ്റെ കൂടെ കിടക്കേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഇത്തരത്തിൽ എല്ലാ വൃത്തികേടുള്ള മനുഷ്യനാണ്. അപ്പം ഞാൻ പറയുന്നത് ഇയാൾ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തുവിടായിരിക്കും, കേസ് തലപ്പരിശി ഒരാഴ്ച. അതും ഞങ്ങൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വലിയ ഈ ഈ പീഡാനുഭവ വാരത്തിൽ ജയിലിൽ കിടന്നെന്ന് പറയുന്ന ഒരു നീതിയുടെ വിജയമാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ അധികാരത്തിൻ്റെ ഒരു സമൃദ്ധിയിൽ, ലഹരിയിൽ ജീവിതം ആസ്വദിക്കാൻ ഇറങ്ങിയിട്ട് ഇത്രയും അധികാരം ഇയാൾ ജയിലിൽ കിടക്കും. ജയിലിലെ ജീവിതം എത്ര കഷ്ടമാണെന്നറിയോ? അവിടെ ചെന്നാൽ പിന്നെ എല്ലാം കണക്കിന് എല്ലാവരും തുല്യമാണ്. എന്നോട് രാഹുൽ ഈശ്വർ പറഞ്ഞു, എല്ലാം കറക്റ്റാണ് ഷാജൻ, ബഹളമൊക്കെ ആക്കാം, പക്ഷെ നമ്മൾ മുഖത്തോട്ട് നോക്കുമ്പോൾ, നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഇരുമ്പഴി. ആ ഇരുമ്പഴിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. അതാണ് ഏറ്റവും വല്ലാത്ത ഒരു പീഡ. നമ്മൾ വെറുതെ ഒരെണ്ണത്തിരുന്ന് വായിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കും, പക്ഷെ നമുക്ക് ആഗ്രഹിച്ചാൽ വെളിയിൽ പോകാൻ പറ്റും. ഇത് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ആ ഇരുമ്പഴി എത്ര കാലം ഈ ഇരുമ്പഴി കിടക്കുമെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, സൗകര്യമില്ലല്ലോ, കുറേ ക്രിമിനലുകളാണ് ഉള്ളത്. അതെ രാത്രി നമ്മൾ ഇടിക്കുവോ ചവിട്ടുവോ. ഈ കിടക്കുന്നത് എവിടെ പാവിരിച്ച് കിടക്കണം, തലേണ ഉണ്ടാവത്തില്ല. ഫാൻ ഒരെണ്ണം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ ക്രിമിനലിനെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടത്തുള്ളൂ, ഏറ്റവും വലിയ ക്രിമിനലിനെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്നോട് തോക്കുസ്വാമി പറഞ്ഞിട്ടുണ്ട്, തോക്കുസ്വാമി സ്വാമി ആയിരുന്നതുകൊണ്ട് ഈ ക്രിമിനലുകൾക്കെല്ലാം വലിയ ആരാധനയായിരുന്നു. തോക്കുസ്വാമി എല്ലാവരും തോക്കുസ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു പറഞ്ഞത്. അല്ല, ഈ സിനിമാക്കാരെ ഈ അവരെ പെരുമാറ്റം അവരിങ്ങനെ ജാട കാണിക്കുമ്പോൾ കുറേ ആൾ മുമ്പ് ഒരിക്കലും സിനിമയിലുണ്ടാകുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞാണ്, ഈ പ്രേം നസീറിൻ്റെ അത് പ്രതാപത്തിൽ നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തെ യാതൊരു സിനിമയിൽ അദ്ദേഹം ഇങ്ങനെ വിലങ്ങ് വയ്ക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഈ ആർട്ടിലുള്ള ആളാണല്ലോ ഈ വിലങ്ങ കൊണ്ടുവരുന്നത്. അയാൾ ആർട്ടിലെ ഒരു സഹായി വന്ന് വിലങ്ങ് വെച്ച് ഈ പൂട്ടിയിട്ട് താക്കോൽ ഇയാളെ പോക്കറ്റിട്ടു, ഈ മനുഷ്യനെ പോക്കറ്റിട്ടു. ഈ അപ്പോൾ സിനിമയിലെ ഷൂട്ടല്ലേ, അന്ന് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. ഇതിനിടയ്ക്ക് എന്തോ അത്യാവശ്യം വന്നപ്പോൾ ഇയാൾ ഓർക്കാതെ ഈ പോക്കറ്റിട്ടുണ്ട് വണ്ടി എടുത്ത് വേറെ ഇങ്ങോട്ട് പോകും, എന്തോ സാധനം വാങ്ങാൻ എന്തോ പോയി. ഷോട്ട് കഴിഞ്ഞത് പ്രേം നസീറിൻ്റെ വിലങ്ങ് വരുന്നുണ്ട്, താക്കോൽ എവിടെ നിന്ന് വെച്ചപ്പോൾ മറ്റവൻ്റെ പോകാൻ, അന്ന് മൊബൈൽ ഫോണുള്ള കാലമല്ലല്ലോ, അയാൾ താക്കോൽ കൊണ്ട് പോയി. എല്ലാവരും വിഷമിച്ച് അപ്പോൾ ഉച്ചയായി, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകണം, ആകെ ടെൻഷനായി. അപ്പോൾ എല്ലാവരും ടെൻഷനാണ്. വിഷമിക്കേണ്ട കാര്യമില്ല, കുഴപ്പമില്ല, ഡ്രൈവർ വരാൻ പറഞ്ഞു. പുള്ളി കാറിൽ കയറി, വിലങ്ങ് വെച്ചോണ്ട് എൻ്റെ കാറിൽ കയറി അദ്ദേഹം വീട്ടിൽ തന്നെ ഉച്ച ഭക്ഷണം ചെന്നൈയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോറ് വാരി വെച്ചോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം ഈ എല്ലാവരും കൂടെ ഈ പാവപ്പെട്ടവൻ വന്നിരിക്കുക, എല്ലാവരും കൂടെ അവനെ ഏറിൽ നിർത്തിക്കാൻ. അപ്പോൾ പ്രേം നസീർ വന്ന് ചിരിച്ച് അവനെ സമാധാനിപ്പിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. പുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിലെ മരിച്ചു പോയത്, എൻ്റെ അമ്മ എനിക്ക് ചോറെടുത്തുന്ന എനിക്ക് ഓർമ്മയില്ല, ഇന്ന് എൻ്റെ ഭാര്യ ചോറെടുത്ത ഓർമ്മ. പുള്ളി പറഞ്ഞ് സീരിയസ് ആയിട്ട് പറയുകയും പുള്ളി ഇവനെ വഴക്കുറയരുത്, കാര്യം ലോകത്ത് ആർക്കും ഒരു അബദ്ധം പറ്റാത്ത മറന്നു പോയതാണെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ അവനെ ഈ പറഞ്ഞവന്മാരായിരുന്നെങ്കിൽ അവനെ കൊന്നനെ, അവനെ ചവിട്ടി കൊന്നനെ അവനെ. പിണറായി ആണെങ്കിലും അതെ. ഇനി നമ്മൾ പിണറായിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിലേക്കൂടെ കിടക്കാം. അയാൾ അനുഭവിക്കട്ടെ പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് ഭാവിയെ. ഇപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സർവേക്ക് പോകുമ്പം രസകരമായ കാര്യം, നമ്മൾ സർവേ നമ്മൾ നോക്കാറില്ല, അവർ മടക്കി അവരൊക്കെ പെട്ടിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ നമ്മുടെ ക്വസ്റ്റ്യനറിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവസാനം, ഇഷ്ടപ്പെട്ട ജനകീയ നേതാവായിരുന്നു. അപ്പോൾ പിണറായിയുടെ ഇതേ പേരുണ്ട്. അപ്പോൾ പലരും ഇത് വായിച്ചു നോക്കി, ഈ പേര് നിങ്ങൾക്ക് കിട്ടിയുള്ളതെന്ന് വെച്ചിട്ടുണ്ട് നമ്മളടുത്ത് പരിധിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിൽ ഒരു ഇടത് വിരുദ്ധ തരംഗം എന്നതിനേക്കാൾ ഉപരി ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിലുണ്ട്. ജസ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിട്ടുണ്ട്. ഒരാൾ എനിക്ക് അയച്ചത്, ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തന്നെ വീഡിയോ. ഒരു ചേച്ചിയെ കടയിലോ ചായക്കടയിലും കണ്ടിരുന്ന് പറയാണ്,
അപ്പോൾ ഇവൻ ചോദിക്കുന്നതിന് 3000 രൂപ പെൻഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയില്ലെന്ന് ജസ്റ്റിൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പെൻഷൻ കിട്ടി, ബാങ്കിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി 3000 അല്ല 3 ലക്ഷം രൂപ തന്നാലും ഈ വൃത്തികെട്ടവൻ ഇനി ഭരണം വരും, ഇതുപോലൊരു നാറിയ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല, ഇനി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, വൈറലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതെ അത് സത്യമാണ്. നമുക്ക് സർവേ പോയത് പലയിടത്തും മനസ്സിലായി, ആളുടെ സംസാരത്തിൽ നിന്നൊക്കെ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തായാലും UDF സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അപ്പർ ഹാൻഡ് ഇതിലുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ. അപ്പം നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞ ഇതിൽ കിട്ടി ജനങ്ങളുടെ ഒരു പൾസ് അങ്ങനെ. ജനങ്ങളുടെ പൾസ് പൊതുവെ എല്ലാവരും ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അവരുടെ നടപടികളെ അതിഭീകരമായ ആളുകൾ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലത്ത് ചെന്നപ്പോഴൊക്കെ ഒരു കടകർത്തണ ചെറിയ അയാൾ കാര്യം ഞങ്ങളെ മുമ്പ് വെച്ചു. അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഗതികേടായിരുന്നു, എൻ്റെ ജീവിതം നശിച്ചു വരെല്ലാ കരുതി. കാരണം അയാൾ എന്തോ ഈ കടയായി ബന്ധപ്പെട്ട കാര്യത്തിന് അയാൾ 2 വർഷം കൊണ്ട് കയറി ഇറങ്ങിയാണ് സാധിക്കും. പുച്ഛത്തോടുകൂടിയാണ് നോക്കുന്നത്. ഇവന്മാരുടെ ഈ PR വർക്കൊന്നും ഏക്കത്തിനെന്നും ജനങ്ങൾ ശക്തമായി ഇവർക്കെതിരാണെന്നും ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. അതിശക്തമാണ്. അതുകൊണ്ട് ഇവരുടെ ഏത് PR വർക്കിനും ഇയാൾക്ക് പലതും നേരത്തെ തന്നെ കൗണ്ടർ അടിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. അതെ. ഇതെങ്കിൽ പോലും ഈ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ആര് ഭരിക്കുമ്പോഴും ജനങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അവരോട് ഒരു അനുഭാവ സ്നേഹമൊക്കെ ഇത് അങ്ങനെ ഒരാൾ പോലും നമ്മളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ തുടർഭരണം ഉണ്ടാവില്ല. ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് തുടർഭരണമില്ല. ശക്തമായ ജനവിരുദ്ധ വികാരമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മുടെ സർവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവേയുടെ ആദ്യത്തെ ഘട്ടം പുറത്തു പോയി, 2 ഘട്ടം കൊണ്ട് നാളെ മറ്റന്നാളായിട്ട് പുറത്തു വരാറുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ നമ്മുടെ സർവേക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ട്രെൻഡ് അതിനുശേഷം രൂപപ്പെട്ടോ എന്നൊരു സംശയം വലിയ സ്വീപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ UDFന് എതിരായിരുന്ന ഒരു ഘടകം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയായിരുന്നു. മാത്രമല്ല KM ഷാജിയുടെ മതമാണ് എന്നുള്ള പ്രസംഗം ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ മൃദു ഹിന്ദുക്കൾക്ക് പിണറായി ഭരണമാണ് അതിൽ ഭേദം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഇപ്പം എല്ലാവരും SDPI പിന്തുണ ഒരു ശക്തമായി. മാത്രമല്ല MV ഗോവിന്ദനെ SDPI തള്ളി പറയാൻ പറ്റുന്നില്ല. SDPക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് SDPIയുടെ പിന്തുണയുള്ള LDF വേണോ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള UDF വേണോ എന്നൊരു ചോദ്യം വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഒന്ന് കടുത്ത ഒരു CPM വിരുദ്ധ വികാരം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതിനൊപ്പം തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പക്ഷേങ്കിൽ ഒരു സ്വീപ്പ് പോലും ഉണ്ടാകാനുള്ള 2001 99 സീറ്റോ കിട്ടിയിരുന്നു UDF 99 കിട്ടിയിരുന്നു. അതുപോലെ പണ്ട് 77 110 സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 77 അന്ന് പിന്നെ മുന്നണി വേറെ സംവിധാനമായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തോറ്റപ്പോൾ ഇവിടെ മാത്രമാണ് 110 സീറ്റ് കിട്ടിയത്. എന്തായാലും ഒരു തുടർഭരണം ഇല്ല. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ടൊന്ന് പരാമർശിക്കാതിരിക്കാൻ റാഹില്ല. നമ്മളെ മണ്ഡല പുനർവിഭജനം എന്ന് പറയുന്നത് ഭയങ്കരമായ മനുഷ്യനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ്. ഇത് എന്തുകൊണ്ട് അന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസിൻ്റെ നേതാക്കാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അത് ആരായിരുന്നറിയോ? PP ജോർജും PV ഗംഗാധരൻ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. MP ഗംഗാധരനും PP ജോർജുമായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടി പ്രതിനിധികളായിട്ട് അയച്ചത്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു CPMൻ്റെ, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി. പിണറായി വിജയൻ പറയുന്ന പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഭംഗിയായിട്ട് എഴുതിയും വരച്ചും പ്രാദേശികമായി സംസാരിച്ചിട്ട് അവർക്ക് അനുകൂലമായി മണ്ഡലം മാറ്റിയെടുത്തു. അതായത് പല സ്ഥലങ്ങളും മറ്റു മുന്നണിയിൽ നിന്നൊക്കെ മുറിച്ചെടുത്തു. അവരുടെ സാമ്രാജ്യം മറ്റൊരു ഒപ്പിട്ട് കൊടുത്തു. അത് കുറച്ച് കടന്ന കാര്യം. കാരണം ഇത് ഇലക്ഷൻ സർവേക്ക് പോയി ഞങ്ങൾ ശരിക്കും വെള്ളം കുടിച്ചു. ഉദാഹരണത്തിന് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ് ഈ 3 മണ്ഡലത്തെ ഞങ്ങൾ പെട്ടു വിചാരിക്കുമായിരുന്നു. കാരണം ഇത് കുറച്ചുപേരും ഈ ഒരു മണ്ഡലമായിരിക്കും, അത് കഴിഞ്ഞ് 3-4 വീട് ഇത് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മണ്ഡലം. രാജ്മോഹൻ ഇവിടുന്ന് പോകും. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ എരുമേലിക്ക് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് തിരുവനന്തപുരം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, അത് കഴിഞ്ഞാൽ നെടുമങ്ങാട്, അത് കഴിഞ്ഞ് ഇടയ്ക്ക് നേമം, അവിടുന്ന് ഇവിടെ കയറി വരുന്നുണ്ട് നേമം. നേമം അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ ആറ്റിങ്ങല്, വാമനപുരം, ഈ പോകുന്ന MC റോഡ് പോകുന്നുണ്ട്. ആറ്റിങ്ങല്, വാമനപുരം, ചിറയൻകീഴ്, എല്ലാ മണ്ഡലവും വരുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ചടയമംഗലം, പുനലൂര്, എല്ലാ മണ്ഡലവും വരുവാണ്. എല്ലാം നമ്മൾ അത്ഭുതപ്പെടാണ്. ഈ സ്ഥലത്ത് ഓരോ മണ്ഡലത്തിൽ MLA ഒരു ഈ കോന്നി മണ്ഡലമില്ലേ, കോന്നി മണ്ഡലം ചെല്ലും പത്തനംതിട്ട മണ്ഡലത്തിന്റെ ആറന്മുള മണ്ഡലത്തിന്റെ ഇടയിൽ കയറി കിടക്കും. ഇടയ്ക്ക് അതാണ് പലതും ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇതിന് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന്റെ അവര് അക്കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഇത് കൃത്യമായി LDFന് വേണ്ടി വെട്ടിയുണ്ടാക്കി അവർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ?
അവർ പല ഏറ്റുമാനൂർ ഒരു പക്ക UDF മണ്ഡലമായിരുന്നു. അത് അവർ LDF അനുകൂലമാക്കി മാറ്റിയത് മണ്ഡലം ജോർജ് ജോസഫ് പൊടിവാറൊക്കെ ജയിച്ചിരുന്നു. അത് മറ്റേ വൈക്കം മിഷനൊക്കെ അവർ അനുകൂലമാക്കി മാറ്റിയത് ഇങ്ങനെയാണ്. അതുപോലെ പാലായിലെ മാണിസാറിൻ്റെ ഭൂരിപക്ഷം മുഴുവൻ പോയത് എങ്ങനെയാണ്? പാലായിലെ മാണിസാറിൻ്റെ ജന്മസ്ഥലം അടക്കം ഏറ്റവും കൂടുതൽ ഉഴവൂര് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും അവർ പിടിച്ച് നേരെ കടുത്തുരുത്തി കിട്ടും. എന്തും ചെയ്യും അവർ. എനിവേ, എന്തായാലും ഇടതുമുന്നണിയുടെ ഭരണം അവസാനിക്കുന്നു എന്ന ഒരു സൂചനയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതാ ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളും സംസാരിക്കേണ്ടതുകൊണ്ട് സംസാരിച്ചു. നന്ദി.